ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നവീൻ ദാസ് ആദിയുടെ അടുത്ത് ചെന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ സച്ചിനെ പോലെ കളിക്കുന്നുണ്ടല്ലോ, എന്നാലേ നമുക്കൊരു സെൽഫി എടുക്കാന്ന് പറഞ്ഞിട്ട് അയാൾ മനഃപൂർവ്വം എടുക്കുന്നുണ്ട്. എന്നിട്ടത് നമ്മുടെ ശ്രുതിക്ക് അങ്ങ് അയച്ചു കൊടുക്കുക. ശ്രുതി ആണെങ്കിൽ അന്നേരം ശ്രുതിയുടെ ആ ഷോറൂമിൽ നിന്ന് അപ്പോൾ ശ്രുതി അടുത്ത് തന്നെ നിൽക്കുമ്പോഴാണ് ഇയാളുടെ മെസ്സേജ് ശ്രുതിക്ക് കിട്ടുന്നത്. അയ്യോ, നവീൻ ദാസിന്റെ മെസ്സേജ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ മനഃപൂർവ്വം അങ്ങ് മാറ്റി നിർത്തി ശ്രുതി ആ ഫോട്ടോസൊക്കെ അങ്ങ് നോക്കുക. ഇവൻ എന്റെ മകന്റെ അടുത്ത് എത്തിയോ എന്നും പറഞ്ഞ് നേരെ നവീൻ ദാസിനെ അങ്ങ് വിളിക്കും. അന്നേരം അതും കാത്തു നിൽക്കാട്ടോ നവീൻ ദാസ്. ഹലോ കല്യാണി, നീ വിളിക്കുന്നേ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ, നീ എന്റെ മകന്റെ അടുത്താണോടാ എന്ന് ചോദിക്കാണ്. അതേലോ, അവനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ, അവനെ ഞാൻ എന്ത് ചെയ്യാനാ, അവൻ ചെറിയൊരു കുട്ടിയല്ലേ, പിന്നെ നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അവനെയും കൊണ്ട് ഞാനങ്ങ് പോകും. ഞാനേ ഒരു സമയവും സ്ഥലവും ലൊക്കേഷൻ ഇട്ടേക്കാം, നീ അവിടേക്ക് എത്തിയേക്ക് എന്ന് പറഞ്ഞിട്ട് നവീൻ അങ്ങ് കട്ടാക്കും. അങ്ങനെ നമ്മുടെ ശ്രുതി മീരയെയും കൂട്ടി ആ സ്ഥലത്തേക്ക് എത്താണേ. അത് കാണുമ്പോൾ തന്നെ നവീൻ ചോദിക്കും, നിനക്ക് ഒറ്റയ്ക്ക് വന്നാ പോരായിരുന്നു, ഇവളെയും കൂട്ടി എന്തിനാ വന്നേന്ന്? നീ എന്തിനാടാ എന്റെ മകന്റെ അടുത്തേക്ക് പോയത്? ഇനി എങ്ങാനും നീ അങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയട്ടോ ശ്രുതി. അതിനിടയ്ക്ക് മീര പറയുന്നുണ്ട്, എല്ലാ മാസവും പിച്ചച്ചട്ടി എടുക്കാനായിട്ട് നീ കറക്റ്റ് സമയത്ത് തന്നെ എത്തുന്നുണ്ടല്ലോടാ എന്ന കാര്യം. അയ്യോ, ഞാനേ കുറെ കാലമായല്ലോ എന്റെ ബാങ്കിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. കുറച്ചു കാലം ഞാൻ ജയിലിൽ പോയതായിരുന്നു. എന്റെ ഭാര്യയോടെ ഞാൻ കള്ളം പറഞ്ഞതാ സിംഗപ്പൂരിലാണെന്ന്. ഇപ്പോഴും ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയിട്ടില്ല. ഇപ്പോഴും അവള് വിചാരം ഞാൻ സിംഗപ്പൂരിൽ തന്നെയാണെന്നാ. ഇനി വേണം വീട്ടിലേക്ക് പോവാൻ. വീട്ടിൽ പോകുമ്പോഴേ വെറുതെ അങ്ങ് കൈയും വീശി പോയാ പോരല്ലോ, എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കണ്ടേ ഭാര്യയ്ക്ക് എന്നങ്ങ് ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ടേ, ശ്രുതി 1000 രൂപ എടുത്തു കൊടുക്ക്. 1000 രൂപ പോലും കയ്യിലില്ലാത്തവൻ ഭാര്യയ്ക്ക് ഒരു സാരിയോ മറ്റോ വാങ്ങിച്ചു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയും, 1000 രൂപയോ? എനിക്ക് 5 ലക്ഷം രൂപ വേണം. നീ എന്താ പറഞ്ഞ? 5 ലക്ഷം രൂപ നിനക്ക് വേണമെന്നോ? ഞാൻ അതിന് എവിടെ പോവും? എൻ്റെ വീട്ടിലെന്താ പണം കായ്ക്കുന്ന മരം മറ്റോ വെച്ചിട്ടുണ്ടോ ഞാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഭയങ്കര ചിരിയാണ് കേട്ടോ. നീയേ എനിക്ക് തരാനുള്ള പൈസ തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലായിട്ട് അങ്ങ് വരും. നീ ആരാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കും. അത് വേണോ? നീ വലിയ ബുദ്ധിശാലിയായിട്ടുള്ള പെൺകുട്ടിയല്ലേ, നീ വിചാരിച്ചാൽ ഒരു 5 ലക്ഷം കിട്ടാതിരിക്കില്ല. നിന്റെ ഭർത്താവ് വലിയ ഷോറൂമൊക്കെ ഉള്ള ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അദ്ദേഹത്തിന്റെ കയ്യിൽ പണം ഇല്ലാന്ന് പറയാണ്. പണം ഇല്ലെങ്കിൽ വേണ്ട, മറ്റെവിടുന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് വാ, 2 ദിവസം ഞാൻ നിനക്ക് സമയം തരാന്ന് പറയും. എന്നിട്ട് നവീൻ അങ്ങ് പോകുമ്പോൾ, നവീൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്കെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിർത്തുന്നുണ്ട്. അപ്പോൾ നവീൻ ചിരിച്ചുകൊണ്ട് ചോദിക്കും, അല്ല നിന്റെ ഭർത്താവ് നേരം വണ്ണം ഉറങ്ങുന്നൊക്കെ ഇല്ലേ? ഞാൻ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, ആ കത്ത് കിട്ടിയതിന്റെ ശേഷം നിന്റെ ഭർത്താവിന് ഉറക്കം ഉണ്ടാവില്ല എന്നാ ഞാൻ കരുതുന്നേ എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് നീ ആണല്ലേ അതിൻ്റെ പിറകിൽ എന്ന് ചോദിക്കട്ടെ ശ്രുതി. അന്നേരം അതേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൈസ തരാൻ മറക്കണ്ട, 2 ദിവസം എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ വീണ്ടും ട്രാപ്പിൽ പെടുകയാണ് കേട്ടോ.